മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ SI മെയിൻസ് പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് ആൾക്കാർ വിലയിരുത്തിയ പരീക്ഷ. ആ പരീക്ഷയിൽ PSC നമുക്ക് തരുന്ന 3 പാഠങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, ഡിഗ്രി മെയിൻസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കൂടും. 100% ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒരു അഫോർഡബിൾ ബാച്ചിലെ വിദ്യാർത്ഥി ആണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വെറുതെ ടൈം കളയണമെന്നില്ല. എക്സാം എടുക്കുകയാണ്, പോയിരുന്ന് പഠിക്കുക. അതായത് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസിന്റെ ഡീറ്റെയിൽസും ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മൾ ടെലിഗ്രാമിൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടുന്നതാണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഡെയിലി തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് വരാം. അതായത് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇനിയും ആവർത്തിച്ച് പറയുന്നു. ഇപ്പം ഒരു ചോദ്യം കൈ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യമല്ല വായിച്ചു നോക്കുന്നത്, ഓപ്ഷൻസ് ആ വായിച്ചു നോക്കേണ്ടത്. ഓപ്ഷൻ. ഈ ചോദ്യം വായിക്കുന്നതിനും ഓപ്ഷൻസ് വായിച്ചു നോക്കാൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ഈ ചോദ്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എല്ലാം സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്. ഒന്നോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ ഒരു സ്റ്റേറ്റ്മെന്റോ ശരിയാവാൻ പറ്റില്ല. ഇവിടെ മാക്സിമം ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഈ ചോദ്യം ശരിയാവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവത്തില്ല. ഇതാണ് ഈ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന സൂചന. ഇത് നൺ ഓഫ് ദ എബോവ് ആണ്. ഈ ഒരു മുൻവിധി വെച്ചുകൊണ്ട് നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കിയേ. ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഒരു ശരാശരി PSC ഉദ്യോഗാർത്ഥി വായിച്ചിട്ടോ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ UPSC എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അഫർമേറ്റീവ് ആൻഡ് DPSPs ആർ പ്രൊഹിബിറ്റീവ്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഗ്യാസ് പോകും. വേണ്ട, നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അൺലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പീപ്പിൾ കനോട്ട് സീക്ക് ലീഗൽ ആക്ഷൻ ഇഫ് ഗവൺമെന്റ് ഫെയിൽസ് ടു ഇംപ്ലിമെന്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് നീതി അല്ലെങ്കിൽ ന്യായവാദാർഹമാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ LDCയിൽ സഹിതം വന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗവൺമെന്റ് വയലേറ്റ് ചെയ്യണം, നമുക്ക് കോടതിയിൽ പോവാം, കാര്യം അത് ന്യായവാദാർഹമാണ്. പക്ഷെ DPSPs മാർഗനിർദ്ദേശക തത്വങ്ങൾ ഗവൺമെന്റ് വയലേറ്റ് ചെയ്യണമെങ്കിൽ കോടതിയിൽ പോകാൻ ഒക്കത്തില്ല. കാര്യം അത് ന്യായവാദാർഹമല്ല, ലീഗൽ റെമഡി അതിനില്ല. ഇത് സ്ഥിരം PSCയുടെ ചോദ്യമാണ് ഇപ്പം. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന് മുമ്പേ നമുക്കൊരു കാര്യം അറിയാം, ഏതെങ്കിലും ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇതിൽ ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് B എന്ന ഉത്തരത്തിലേക്ക് എത്തി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ട് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കത്തേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വേണ്ട. എന്താണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രാധാന്യവും ഓപ്ഷൻസ് ആദ്യം വായിക്കുന്നതിന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കുക വേണ്ട. പക്ഷേ ഇവിടെ PSC ചെയ്ത സൂചന നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചോദ്യം ഡിഫിക്കൽട്ട് അല്ല, ഈസിയാണ്. പക്ഷെ ഇനി ഈ ചോദ്യം ഡിഫിക്കൽട്ടായി PSC ചോദിക്കും. എങ്ങനെയാണ്? ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തെറ്റാന്ന് മനസ്സിലായി. ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്താ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, UPSCയിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് ആണ്. അതായത് ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നെഗറ്റീവ് അല്ലെങ്കിൽ പ്രൊഹിബിറ്റീവ്. ഇവിടെ പറഞ്ഞാൽ DPSPs ആണ് പ്രൊഹിബിറ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണം, ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ലിബർട്ടി എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ. ഗവൺമെന്റിനെ ചുമ്മാ ഒരുത്തനെ കയറി തല്ലിക്കൊല്ലാൻ ഒക്കത്തില്ല. നിയമത്തിന് പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കുറ്റം ചെയ്തെങ്കിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജീവൻ ഹാനിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താ? ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യരുത്, ഗവൺമെന്റിന്റെ ആക്ഷന്റെ മുകളിലുള്ള ലിമിറ്റേഷൻ, പ്രൊഹിബിഷൻ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ DPSPയോ ഗവൺമെന്റ് ഇന്ന കാര്യം ചെയ്യണം എന്നാണ് DPSPയിൽ പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിലോ ആൾക്കാരെ ഉപദ്രവിക്കരുത്, നെഗറ്റീവ് വെച്ചിങ്ങനെ മോശം എന്നുള്ള മീനിങ് അല്ല. നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗവൺമെന്റ് ആക്ഷന്റെ മുകളിൽ ലിമിറ്റേഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഗവൺമെന്റ് ആക്ഷനെ പ്രൊമോട്ടീവ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രൊഹിബിറ്റീവ് ആയിട്ടുള്ളത്, DPSPs ആണ് പോസിറ്റീവും അഫർമേറ്റീവ് ആയിട്ടുള്ളത്. അഫർമേറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനിയുള്ള പരീക്ഷയിൽ ഈ പ്രസ്താവന ഇതുപോലെ വരും. അപ്പൊ നിങ്ങൾ കൃത്യമായത് പഠിച്ചിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം കിട്ടി, ഇത് അറിയത്തില്ലെങ്കിൽ ഉത്തരം കിട്ടി. പക്ഷെ ഇനി PSC ഇത് വെച്ച് ചോദിക്കും. PSC ഒരു ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കൃത്യമായ സൂചന വന്ന് നമ്മളെ ഒന്ന് അലേർട്ട് ആക്കിയിട്ടേ ചോദിക്കത്തുള്ളൂ. അത്ര ക്രൂരന്മാരൊന്നും അല്ല PSC. അപ്പൊ ഈ ടെക്നിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ,
അപ്പം ഈ രീതിയിൽ നിങ്ങൾ പഠന നിലവാരത്തെ ഉയർത്തി കഴിഞ്ഞാൽ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യ പേപ്പർ എടുത്ത് വെച്ച് അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇത്തരം വരാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർഷം മതി ഇപ്പോഴുള്ള പാറ്റേണിൽ PSC ഒരു ഡിഗ്രി ലെവൽ ജോലി നേടിയെടുക്കാൻ. ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ KAS അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലോ 10th +2 ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഞങ്ങൾക്ക് ബാച്ചസ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ബാച്ചസിന്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എത്ര ഡെമോ ക്ലാസ് വേണമെന്ന് നിങ്ങൾ കണ്ടു നോക്കാം. കാര്യം പുതിയ പാറ്റേണിൽ ഇത്തരത്തിലുള്ള പഠനമാണ് അവിടെ ഉള്ളത്. കാര്യം പഴയ പോലെ തത്തമേ പൂച്ച എന്നുള്ള പഠനം നടക്കത്തില്ല. പുതിയ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്ത് അതിന്റെ അപ്ഡേഷൻ ക്ലാസ്സിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഈ ബാച്ചിന്റെ ഭാഗമായിരിക്കും. അപ്പം നിങ്ങൾ ഇനി മുതൽ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഓപ്ഷൻസ് വായിച്ചിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സൂചന എന്താ? ഇതൊക്കെ സ്ഥിരം PSC നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സൂചനയാണ്. UPSC നിലവാരത്തിലേക്ക് പഠനം ഉയർത്തുക. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മക്കൻസി റിവർ കേസ് സ്റ്റഡി പോലെ തന്നിട്ടുള്ള ചോദ്യമാണ്. അത് ഭയങ്കരമായിട്ട് ഗ്ലോബൽ വാർമിംഗ് കാരണം വരണ്ടു പോകുന്നു. ചരിത്രപരമായിട്ടുള്ള ഏറ്റവും ലോ ലെവലിലേക്ക് അതിന്റെ വെള്ളത്തിന്റെ അളവ് മാറുന്നു. അവിടെ മഴ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, പ്രശ്നമാണ്. ഇത് എവിടെയാണെന്ന ചോദ്യം. ഇതിന്റെ ആൻസർ കാനഡയാണല്ലേ. ഈ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ UPSC മാതൃകയാണ്. ഉദാഹരണം 2018 UPSC ചോദിച്ച ചോദ്യമാണ്. കണ്ടോ, 3 സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. എവിടെയാണ് ഈ പറഞ്ഞ മെക്കൻസി റിവർ ചുരുങ്ങിയതാണ് മേളിൽ പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ താഴെ പറയുന്ന 3 സ്ഥലങ്ങളിൽ എവിടെയാണ് കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ കാരണമായിട്ട് ഷ്രങ്ക് ആയി പോയത്, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി ഷ്രങ്ക് വരണ്ട് വറ്റിപ്പോയത് എവിടെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ RLC ആണ്, ഓപ്ഷൻ A ആണ്. നമുക്ക് UPSC വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിലെ ഇത്തരം കാര്യങ്ങൾ ഒരു കേസ് സ്റ്റഡി എന്നിട്ട് ഒരു പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് സ്റ്റഡി എന്നിട്ട് അത് ഏത് രാജ്യത്താണെന്ന് ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്. അത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇനി PSC കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UPSC മാതൃകൾ സിവിൽ സർവീസ് നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് വരേണ്ട എക്സ്ട്രാ മാർക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് കട്ട് ഓഫ് മാത്രം കടന്നാൽ പോരാ. കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജംബോ ലിസ്റ്റ് ആണ് PSC ഇടുന്നത് അല്ലെ. അപ്പം കട്ട് ഓഫ് കടന്ന ഒരുപക്ഷെ റാങ്ക് ലിസ്റ്റിൽ വരുമായിരിക്കും, പക്ഷെ ജോലി കിട്ടുമോ? ഇല്ല. ജോലി കിട്ടുന്ന റാങ്കിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ജസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഈ ഒരു ചോദ്യം അതുപോലെ തന്നെ UPSC ചോദിച്ചിട്ടുണ്ട് 2023. 4 രാജ്യങ്ങളുടെ പേര് കൊടുത്തിട്ട് ഇവിടെ ഏത് രാജ്യത്താണ് ആഭ്യന്തര യുദ്ധം കാരണം ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം അല്ലെ. സൊമാലിയയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അതിന് ആൻസർ സൊമാലിയാണ്, ഓപ്ഷൻ D. അപ്പൊ ഇത്തരത്തിൽ പ്ലേസസ് ഇൻ ന്യൂസ്, ഈ വാർത്തയിൽ കത്തി നിൽക്കുന്ന സ്ഥലങ്ങൾ, പ്ലേസസിനെ പറ്റി ചോദ്യങ്ങൾ വരും. ഉദാഹരണത്തിന് ഉക്രൈനിന്റെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് UPSC-യിലും PSC-യിലും ഒരേ വർഷമാണ് ചോദിച്ചത്. ഒറ്റ വർഷം അടുപ്പിച്ചടുപ്പിച്ച് നടന്ന എക്സാംസ് ഉണ്ടെങ്കിൽ മാസങ്ങൾ മാത്രം വ്യത്യാസമുള്ള എക്സാമിന് ഇടയ്ക്കാണ് ചോദിച്ചത്. അവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആദ്യമേ PSC-യിൽ വന്നിട്ട് പിന്നാണ് UPSC-യിൽ ചോദിച്ചത്. വിച്ച് മീൻസ് ഇവര് 2 രീതി ചോദ്യം, ഒന്ന് UPSC-യിലെ ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി അടിച്ചു മാറ്റുന്നു, അല്ലെങ്കിൽ UPSC പുസ്തകങ്ങളിൽ നിന്നും മെറ്റീരിയൽസ് നിന്നും ചോദ്യങ്ങൾ ഇടുന്നു. ഈ 2 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവാരത്തിലേക്ക് പഠനം കൊണ്ടുപോവുക. കൃത്യമായിട്ടും ആഴത്തിൽ ഇറങ്ങി പഠിക്കാം. എങ്ങനെ ആഴത്തിൽ പഠിക്കണം? അതാണ് ഞാൻ മൂന്നാമത് പറയുന്ന കാര്യം. കഴിഞ്ഞ പരീക്ഷയിലെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണെന്നാണ് ഇത് പറയുന്നത്. ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360. ഇതൊക്കെ നമ്മൾ 1 വർഷം മുമ്പ് തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്ത് നോട്ട്സും തന്ന് വിട്ടതാണ്. ഈ ലെവലിൽ പഠിച്ച് 1 മണിക്കൂറുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ചലഞ്ചിങ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എത്ര UPSC നിലവാരത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പാട്ടും പാടി ഉത്തരം എഴുതാൻ പറ്റും. വിത്ത് നോട്ട്സ് നമ്മൾ 1 വർഷം മുമ്പ് തന്നെ സ്റ്റുഡൻസ് കൊടുത്താണ്. നോട്ട്സ് നമ്മൾ ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. ഇതിന്റെ നോട്ട് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവാൻ നോട്ട് എങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കുക. വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾ നോട്ട്സ് എങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ എന്തായാലും അവസാനം പ്ലേസ് ചെയ്യാം, നമ്മൾ ഈ വീഡിയോ അവസാനം പ്ലേസ് ചെയ്യാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയ പാറ്റേണിൽ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത് എന്നുള്ള ഏകദേശ ഐഡിയ കിട്ടുന്നതാണ്. ഓക്കെ, ചോദ്യം എന്താണ്? ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി അല്ലെ, സാമ്പത്തിക അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന, തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന ചോദ്യം. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, 2, 3 ശരിയാണ്. ഇവിടെ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരും. ഏതൊക്കെ ചോദ്യങ്ങൾ വരാം? ഈ ചോദ്യമൊക്കെ നമ്മൾ പണ്ടേ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ ആ മേഖലയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ പറ്റും. സോ നിങ്ങൾ ഒരു സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ ടെലിഗ്രാമിലെ ഫ്രീ മെറ്റീരിയൽസും യൂട്യൂബിലെ ഫ്രീ മെറ്റീരിയൽസും യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഹാൻകോ ഇൻസിഡന്റ്, HINKO ഇൻസിഡന്റ്. ചൈനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ.
അപ്പം ഈ ഫ്രീ മെറ്റീരിയൽസ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സിന്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ പെയ്ഡ് കോഴ്സിനെ പറ്റി ചിന്തിച്ചാൽ മതിയാവും. അപ്പോൾ ഈ പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ധാരാളം ക്ലാസ്സസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. കാരണം ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ്, ഞങ്ങളുടെ ടെലിഗ്രാം, യൂട്യൂബിലെ സ്റ്റുഡൻസ് ഒക്കെ മനസ്സിലാക്കി ഇതിലേക്ക് പഠിച്ചു വന്നു കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ റെഡിയാണ് എന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ ധാരാളം ക്ലാസ്സുകൾ, വളരെ ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാറാക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് ഞങ്ങളെ, ഒരു ടീച്ചേഴ്സ് എന്നുള്ള ഇത് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.